കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പൗരത്വം, എങ്ങനെയാണ് ഒരു രാജ്യത്തെ പൗരത്വം നേടുന്നത് എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ പറയുന്നത് പൗരത്വം എന്ന് പറഞ്ഞ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടാണ്. നേരത്തെ പറഞ്ഞു 5 മുതൽ 11 വരെ ആർട്ടിക്കിൾസിനാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 5. ആർട്ടിക്കിൾ 5-ന് 3 പാർട്ടുകൾ പിന്നെയുമുണ്ട്. അതിൽ ആർട്ടിക്കിൾ 5A എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കുന്നത് ആ രാജ്യത്ത് ജനിച്ച് താമസിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ പൗരത്വം നേടാൻ സാധിക്കുന്നു. ആർട്ടിക്കിൾ 5B പറയുന്നത് ഒരാളുടെ ഏതെങ്കിലും ഒരു പാരൻ്റ്, ഒരു രക്ഷകർത്താവ് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അവൻ ആ രാജ്യത്ത് പൗരത്വം ലഭിക്കുന്നു. ഇനി 5C പറയുന്നത് ഒരു വിദേശിയാണെങ്കിലും ആ വിദേശി 1950 മുന്നോട്ട് 5 വർഷം ഇന്ത്യയിൽ തന്നെയാണ് താമസിച്ചിരുന്നതെങ്കിൽ അയാൾക്കും ഒരു ഫോറിനർ ആണെങ്കിൽ പോലും ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നു. ആർട്ടിക്കിൾ 5A, 5B, 5C. ഇനി ആർട്ടിക്കിൾ 6 പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നവർ, അതിലൊരു ഡേറ്റ് ഉണ്ട്, 1948 ജൂലൈ 19 മുമ്പ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകിയിരുന്നു. ഇനി ആർട്ടിക്കിൾ 7 പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയി എന്നിട്ട് തിരിച്ചു വരുവാണെങ്കിലും അതിലും ഒരു ഡേറ്റ് ഉണ്ട്, 1947 മാർച്ച് 1. അതിനു മുമ്പ് പാകിസ്ഥാനിലോട്ട് പോയെങ്കിലും പിന്നീട് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നവരാണെങ്കിൽ അവർക്കും ഇന്ത്യൻ പൗരത്വം നൽകാൻ ഓക്കെയാണ്. അടുത്തത് ആർട്ടിക്കിൾ 8. വേറൊരു കൺട്രിയിലാണ് ജീവിക്കുന്നത് പക്ഷേ ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ അവർക്കും ഇന്ത്യൻ പൗരത്വം നൽകാനായിട്ട് അധികാരമുണ്ട്. ഇനി ആർട്ടിക്കിൾ 9 പറയുന്നത് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോയി എന്നിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് റദ്ദാക്കപ്പെടും. കാരണം ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വമാണ് ഫോളോ ചെയ്യുന്നത്. സോ മറ്റൊരു കൺട്രിയുടെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നതായിരിക്കും. ആർട്ടിക്കിൾ 10 പറയുന്നത് നമ്മുടെ രാജ്യത്തെ സിറ്റിസൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ റിന്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് ആർട്ടിക്കിൾ 10 പറയുന്നത്. ഈ നിയമം ഇപ്പോഴും ആക്റ്റീവാണ്. അതുപോലെ ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 11 പറയുന്നത് സിറ്റിസൺഷിപ്പ് നിയമങ്ങളിലൊക്കെ ഭേദഗതി വരുത്താനും സിറ്റിസൺഷിപ്പ് നിയമങ്ങളിൽ അധികാരമുള്ളതും പാർലമെൻറ്റിനാണ്. ഇത്രയുമാണ് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ.